welcome back. So we were discussing the chapter molecular basis of inheritance. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്? നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പോയി കണ്ട് പഠിച്ച് സെറ്റാക്കി വരണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, എവിടെ ഇരുന്ന് കണ്ട് വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇൻ സെർച്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ്. നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ സെർച്ച് ചെയ്യണം. നമുക്കറിയാം, ഇപ്പം അറിയാം നമുക്ക് ഏതാ ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ അന്നത്തെ കാലത്ത് ആർക്കും അറിയണ്ടായിരുന്നില്ല, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാണല്ലോ. ആർക്കും ഇതാണ് ഓക്കെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിന് എവിഡൻസ് വേണം, പ്രൂഫ് വേണം, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് വേണം, അല്ലേ, കൺക്ലൂഷൻസ് വേണം. എല്ലാം ഒന്ന് ഒത്ത് സെറ്റായി വരണ്ടേ? അതിന് കുറച്ച് ടൈം എടുത്തു. അതെങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ചതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ സെർച്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ എപ്പോഴും, ഇനി അങ്ങോട്ടാണെങ്കിലും എപ്പോൾ ഏത് ഡിഗ്രി PG എന്തെടുത്ത് പോയാലും നിങ്ങൾ ജനറ്റിക് മെറ്റീരിയലിനെ പറ്റി അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ, അതിൻ്റെ കണ്ടുപിടുത്തം അല്ലേ, അതിനെപ്പറ്റി പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന എക്സ്പെരിമെന്റ് നമ്മളെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആയിരിക്കും. ഓക്കെ, ഫെഡറിക് ഗ്രിഫിത്ത് അദ്ദേഹം ആക്സിഡന്റലി കണ്ടുപിടിച്ച ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്. ആക്സിഡന്റലി ഇങ്ങനെയുള്ള എല്ലാ വലിയ മഹാസംഭവങ്ങളും ആക്സിഡന്റലി ആണല്ലോ. നമ്മൾ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, മറ്റെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ കൂടെ അങ്ങോട്ട് കിട്ടിപ്പോകുന്ന ചില ലക്കാണ്. ലൈക്ക് ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് വി ഫൈൻഡ് സം ഡയമണ്ട്സ്. അതുപോലെ ഗ്രിഫിത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഒരു ബാക്ടീരിയമാണ്, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഡിസീസിന് മെഡിസിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചില എക്സ്പെരിമെന്റിൽ ആക്സിഡന്റലി കണ്ടുപിടിച്ച മറ്റൊരു സംഭവം, അതാണ് ഈ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ബാക്ടീരിയന്റെ പേര് മറന്നു പോകരുത്, ഓർത്ത് വെക്കണം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എഴുതാനും പഠിക്കണേ, ന്യൂമോണിയ എന്നൊക്കെ. സോ ഈ 1928 ഈ എക്സ്പെരിമെന്റ് നടക്കുന്നത്. അദ്ദേഹം മൈസില്ലേ, നമ്മുടെ എലിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ബാക്ടീരിയനെ കണ്ടെത്താൻ പറ്റും. ഒന്ന് സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയും, മറ്റേത് റഫ് സ്ട്രെയിൻ. ഓക്കെ, സ്മൂത്ത് കോളനി ഉണ്ടാക്കുന്ന സ്മൂത്ത് സ്ട്രെയിൻ, അതായത് കോളനി, നമ്മൾ ബാക്ടീരിയനെ കോളനി കൂട്ടത്തോടെ കാണുന്ന ബാക്ടീരിയസിനെ നമ്മൾ കോളനീസ് ആണ് പറയാ. കോളനി ഓഫ് ബാക്ടീരിയ, അതിനെ നമുക്ക് സ്മൂത്ത് കോളനി എന്നും റഫ് കോളനി എന്നും പറയാം. ഇവിടെ സ്മൂത്ത് സ്ട്രെയിൻ എന്നും വിളിക്കാം, റഫ് സ്ട്രെയിൻ എന്നും വിളിക്കാം ആ ബാക്ടീരിയനെ. ഓക്കെ, അതില് ഈ സ്മൂത്ത് സ്ട്രെയിൻ എന്തിനാ വിളിക്കുന്നതെന്നറിയോ? ആ ബാക്ടീരിയക്ക് പുറത്ത് ഒരു പോളിസാക്രൈഡ് കോട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് കോട്ടുണ്ട്. റഫ് സ്ട്രെയിനോ കോട്ടില്ല, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ S സ്ട്രെയിനും R സ്ട്രെയിനും. സ്മൂത്തിനെ S എന്ന് ഞാൻ വിളിച്ചോട്ടെ, S സ്ട്രെയിൻ എന്ന് വിളിച്ചോട്ടെ, R സ്ട്രെയിന് റഫ്. ഓക്കെ, സോ S-നും R-നും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താ? ഒരാൾക്ക് ഭയങ്കര മ്യൂക്കസ് സ്മൂത്ത് ആയിട്ടുള്ള പോളിസാക്രൈഡ് കോട്ടുണ്ട്, മറ്റേ ആൾക്ക് അതില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഈ ഒരു സംഭവം തന്നെ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്മൂത്ത് സ്ട്രെയിൻ ഈ പോളിസാക്രൈഡ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവര് വെറുലന്റ് ആണ്, അതായത് ഇവർക്ക് ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധിക്കും, കില്ല് ചെയ്യാൻ പറ്റും. ഏത് മൈസിനാണ് ഈ ഒരു S സ്ട്രെയിൻ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും മൈസ് തട്ടിപ്പോവും. R സ്ട്രെയിന് റഫ്, അതിന് ഈ ഒരു എന്തില്ല, പോളിസാക്രൈഡ് കോട്ട് ഇല്ല. പക്ഷേ ഈ R സ്ട്രെയിനെ നമ്മൾ മൈസിലേക്ക് കൊടുത്താലോ മൈസിന് ഒരു കുലുക്കും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും. ഓക്കെ, തട്ടിപ്പോവില്ല. അപ്പൊ എന്താ മനസ്സിലായത്? പോളിസാക്രൈഡ് കോട്ട് ഉണ്ട്, അതാണ് S സ്ട്രെയിൻ അല്ലെങ്കിൽ സ്മൂത്ത്. ഈ സ്മൂത്ത് മൈസിന് അല്ലെങ്കിൽ എലിക്ക് കൊടുത്താൽ എലി തട്ടിപ്പോവും, R ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് പോയാലോ? അദ്ദേഹം ഒരു മിറാക്കുലർ ട്രാൻസ്ഫോർമേഷൻ ആണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. എന്താണ് ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്ക് നോക്കാം. വെൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആർ ഗ്രോൺ ഇൻ കൾച്ചർ, അദ്ദേഹം അതിനെ കൾച്ചർ ചെയ്തു. കൾച്ചർ പ്ലേറ്റ് സം പ്രൊഡ്യൂസ് സ്മൂത്ത് ഷൈനി കോട്ട്, അല്ലെങ്കിൽ സ്മൂത്ത് ഷൈനി കോളനീസ്, നമുക്കതിനെ S എന്ന് വിളിക്കാം. ഓക്കെ, S സ്ട്രെയിൻ എന്ന് വിളിക്കാം. While others produce rough colonies, റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ R എന്ന് വിളിക്കാം, R സ്ട്രെയിൻ എന്ന് വിളിക്കാം. S strain bacteria have a mucus
പോളിസാക്കറൈഡ് എന്ന് ബ്രാക്കറ്റിൽ പോളിസാക്കറൈഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ട് ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വിറുലന്റ് ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? സ്മൂത്ത് ആണ് വിറുലന്റ്. R വിറുലന്റ് അല്ല, നോൺ വിറുലന്റ് ആണ്. ഓക്കെ, S ആണ് വിറുലന്റ്. വൈൽ R strain does not, it is non virulent. വിറുലന്റ് അല്ല, അല്ലെങ്കിൽ നോൺ വിറുലന്റ്. ഇയാള് ആണെങ്കിൽ ഇയാൾ അപകടകാരിയല്ല, R അപകടകാരിയല്ല, S ആണ് ഡേഞ്ചർ. ഓക്കെ, അതില് അദ്ദേഹം നമുക്ക് എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. S സ്ട്രെയിന് S ബാക്ടീരിയനെ മൈസിലേക്ക് കൊടുത്തു. നമുക്ക് എലീനെ എങ്ങനെ വരയ്ക്കാം? ഓക്കെ, മൈസിലേക്ക് കൊടുത്തു. S സ്ട്രെയിനെ കൊടുത്തപ്പം മൈസ് എന്തായി? മൈസ് ചത്തുപോയി. ഓക്കെ, ചത്ത എലീനെ ഞാൻ തല കുത്തനെ വരച്ചൊക്കെ. ഓക്കെ, മൈസ് ഡൈ, മരിച്ചുപോയി. ആൻഡ് R സ്ട്രെയിനെ കൊടുത്തപ്പം, കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ബാക്ടീരിയനെ ഇതിനെ ഇട്ട് കൊടുത്താൽ മതി, ബാക്ടീരിയ ഉള്ളോട്ട് കയറിക്കോളും. R സ്ട്രെയിൻ ഇട്ടപ്പോ നമ്മളെ മൈസ് ലിവ്. മൈസിനൊന്നും പറ്റിയില്ല. അതൊരു സർപ്രൈസ് അല്ലേ? നമ്മൾ കുറച്ച് ബാക്ടീരിയനെ ഒരു കൾച്ചർ പ്ലേറ്റിൽ ഇട്ടപ്പം 2 തരം കോളനീസ് നമുക്ക് ഒബ്സർവ് ചെയ്തു, 2 സൈഡിലായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ഒന്നിന് നല്ലൊരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ട്, ഒന്നിന് ആ കോട്ട് കാണാനില്ല. നമ്മൾ 2നെയും സെപ്പറേറ്റ് ചെയ്തു, 2 മൈസിലേക്ക് അങ്ങോട്ട് കൊടുത്തു. എസിനെ ഇട്ട മൈസൊക്കെ ചത്തുപോയി, ആറിനെ ഇട്ട മൈസൊക്കെ ജീവിച്ചു. ഭയങ്കര സർപ്രൈസ് അല്ലേ നമുക്ക്? ഒരേ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ തന്നെ നമ്മൾ കൊടുത്തപ്പോൾ 2 തരം റിസൾട്ട് കിട്ടിയത് സർപ്രൈസ് ആയിരുന്നില്ലേ? ഈ സർപ്രൈസ് പോരാതെ നമ്മളെ ഗ്രിഫിത്ത് എന്ത് ചെയ്തു എന്നറിയോ? എസ് സ്ട്രെയിൻ ഇല്ലേ, ഈ എസിനെ ഹീറ്റ് കിൽ ചെയ്തു. അതായത് ചൂട് കൊടുത്ത് അങ്ങോട്ട് കൊന്നു കളഞ്ഞു ഈ ബാക്ടീരിയനെ. അധികം ബാക്ടീരിയാസും ഹീറ്റിനെ വിസ്റ്റൻഡ് ചെയ്യാൻ പറ്റാതെ അത് ചത്തുപോകും ബാക്ടീരിയാസ്. അപ്പൊ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ. ഓക്കെ, ഹീറ്റ് കിൽഡ് എസിനെ മൈസിലേക്ക് കൊടുത്തപ്പോ എഗെയിൻ വേറൊരു സർപ്രൈസ്. നമുക്ക് എന്തറിയാം? എസിനെ കൊടുത്താൽ മൈസ് തട്ടിപ്പോകുന്ന അറിയാം. പക്ഷേ ഹീറ്റ് കില്ല് ചെയ്തിട്ട്, ഹീറ്റ് കൊടുത്തിട്ട് ഈ ഒരു ചത്ത ബാക്ടീരിയയിലെ എസിനെ അതിനെ മൈസിലേക്ക് ഇട്ടപ്പം എന്തായി? മൈസ് ജീവിച്ചു. അതായത് ആ ബാക്ടീരിയന്റെ എഫക്റ്റ് പോയി എന്നുള്ളതായിരിക്കും അർത്ഥം. ഓക്കെ, ഹീറ്റ് കിൽഡ് എസിന് കൊടുത്തപ്പം മൈസ് ജീവിച്ചു. ഇനി വേറെ ഒരു സർപ്രൈസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കൗതുകത്തിന്റെ പുറത്ത് ഈ ഹീറ്റ് കിൽഡ് എസിനെയും നമ്മുടെ നോർമൽ ആറിനെയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു, ഒരുമിച്ച് കൊടുത്തു. എങ്ങോട്ടേക്ക്? മൈസിനുള്ളിലേക്ക്. അപ്പൊ എന്തായി? നമുക്കറിയാം, ഹീറ്റ് കിൽഡ് എസ് ആണെങ്കിലും മൈസ് ജീവിക്കും, ആറാണെങ്കിലും മൈസ് ജീവിക്കും. അപ്പൊ ഇത് രണ്ടും കൂടിയാലും നമ്മൾ വിചാരിക്കും എന്താ? മൈസ് ജീവിക്കും അല്ലേ? ഹീറ്റ് കിൽഡ് എസും ആണ്, ആറുമാണ്. 6 പാവാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി what he got is the mice died. മൈസ് ചത്തുപോയടാ. അതെന്താണ്? അപ്പൊ അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയല്ലേ? ഇതും ഡെഡായി, ഇതും ഡെഡായി. ഇത് ഇതും ലിവ്ഡ്, ജീവിച്ചു. സോ ഇവിടുന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്നറിയോ? ഒരു ഐഡിയ കിട്ടി. സംതിങ് ദാറ്റ് ഫ്രം ദ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ഇസ് ട്രാൻസ്ഫോമിംഗ് ദ R ടു വിറുലന്റ്. നോൺ വിറുലന്റ് ആയിട്ടുള്ള ആറിനെ വിറുലന്റ് ആക്കി മാറ്റുന്ന എന്തോ ഒന്നുണ്ട് ഈ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിന്. അല്ലെങ്കിൽ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്നും സംതിങ് ഈസ് ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടു ദി R. ആറിലേക്ക് എന്തോ ഒന്ന് ഈ എസിൽ നിന്നും മാറുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡെഡ് ആയിട്ടുള്ള മൈസ് ഇല്ലേ, ഈ എസിനെയും ഹീറ്റ് കിൽഡ് എസിനെയും ആറിനെയും കൂട്ടി കൊടുത്തിട്ട് ഡെഡായി പോയിട്ടുള്ള ഈ ഒരു മൈസ് ഇല്ലേ, ഇതിനെ നമ്മൾ എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ റിക്കവർ ആയിട്ട് കിട്ടിയെന്നറിയോ? ഈ മൈസിൽ നിന്നും, ഈ മൈസിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും എന്ത് കിട്ടിയെന്നറിയോ? ഭയങ്കര ലൈവ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻസിനെ കിട്ടി. അതെങ്ങനെ? ഇവിടുന്ന് നമുക്ക് എസിനെ കിട്ടി. ഈ എസ് ഇവിടെ വരാൻ വല്ല ചാൻസും ഉണ്ടോ? നമ്മൾ കൊടുത്തത് ഹീറ്റ് കിൽഡ് എസും ആറിനെയും. പക്ഷേ എന്ത് കിട്ടി? ലൈവ് ആയിട്ടുള്ള എസ് കിട്ടി. സോ ദിസ് R is transformed into S. R S ആയിട്ട് മാറുന്നു. So definitely something is changing the R into S. ഈ ആറിനെ S ആക്കി മാറ്റുന്ന എന്തോ ഒന്ന് വന്നിട്ടുണ്ട്. അതിനുള്ള ഏക സോഴ്സ് ഏതാണ്? ഈ ഹീറ്റ് കിൽഡ് എസ് ആണ്.
സോ അതായിരിക്കില്ലേ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിന്റെ പവർ എന്താ? അതിന്റെ ഫുൾ ഇൻഫോർമേഷൻ അങ്ങോട്ട് പോവാന്നുള്ളതല്ലേ. ഈ എസ്സിന് എന്തുണ്ട്? ഒരു പോളിസാക്കറൈഡ് കോട്ട് ഉണ്ട്. ആറിന് അതില്ല. സോ ആർ എങ്ങനെ എസ് ആവും? ആറിന്റെ പുറത്ത് ഈ പോളിസാക്കറൈഡ് കോട്ട് വന്നാൽ അത് എസ് ആയി. സോ ഈ ഒരു പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ആ എസിന്റെ ജനറ്റിക് മെറ്റീരിയൽ വേണം. സോ ദാറ്റ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് ട്രാൻസ്ഫറിങ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് ഇൻ ടു ആർ. അതാണ് അദ്ദേഹം അതിനെ ജനറ്റിക് മെറ്റീരിയൽ എന്നൊന്നും വിളിച്ചത്. അദ്ദേഹം എന്താ വിളിച്ചതെന്ന് അറിയോ? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. Okay, he injected a mixture of heat-killed S and live R bacteria, and the mice died. He recovered living S bacteria from the dead mice. Dead mice നിന്ന് എന്ത് കിട്ടി? ലിവിങ് എസ് ബാക്ടീരിയനെ കിട്ടി. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ R strain bacteria had somehow been transformed by the heat-killed S strain bacteria. സോ സംഹൗ എന്നാണ് പറഞ്ഞത്, എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഹി കോൾഡ് ഇറ്റ് ആസ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഹി ഡസന്റ് സേ ദാറ്റ് ഇറ്റ് ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. ഹി കോൾഡ് ഇറ്റ് ആസ് ദി ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫർ ഫ്രം ദ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ഹാഡ് enabled the R strain to synthesize a smooth polysaccharide coat and it became virulent. This must be due to the transfer of genetic material. അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അതെന്തായിരിക്കും? ആ എസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആറിലേക്ക് പോയതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇതല്ലേ നമ്മൾ എക്സ്പെരിമെന്റ് പറഞ്ഞത്. ഇതാ ലിവിങ് എസ് സെൽസ് ഇഞ്ചെക്ട് ചെയ്തപ്പം മൈസ് തട്ടിപ്പോയി അല്ലേ? ആ മൈസിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ് ബാക്ടീരിയനെ കിട്ടും. ഇനി ഹീറ്റ് കിൽഡ് എസ് സെൽസ് കൊടുത്തു കഴിഞ്ഞാലോ മൈസ് ജീവിച്ചു. അതിന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ സെൽസ് ഒന്നും കിട്ടില്ല. കാരണം എന്താ? ഹീറ്റ് കിൽഡ് എസ് സെൽസിനെയാണ് കൊടുത്തത്. ഒന്നാമതേ ചത്തു കഴിഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. അപ്പൊ ആ മൈസിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബാക്ടീരിയ ഒന്നും കിട്ടില്ല. കാരണം എന്താ? മൈസ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൈസാണ്. ലിവിങ് ആർ സെല്ലിന് കൊടുത്താലോ മൈസ് ലിവ് ആണ്. അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആറിനെയാണ് കൊടുത്തത്. 6 തന്നെ ഉണ്ടാവും അതിന്റെ ബോഡിയിൽ അല്ലേ? R cells ഫ്രം ഹെൽത്തി മൗസിൽ നിന്നും R സെൽസിനെ നമുക്ക് കിട്ടും. ഇനി ഇതാ ആ ഒരു ഭയങ്കര കോമ്പിനേഷൻ, ഹീറ്റ് കിൽഡ് എസ് സെൽസും ലിവിങ് R സെൽസും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈസ് ഡെഡ് ആയി പോയി. ഡെഡ് ആയിട്ടുള്ള മൈസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എസ് സെൽസ് ആൻഡ് R സെൽസ് എന്തായാലും കുറച്ച് ട്രാൻസ്ഫോം ആവാത്ത R സെൽസ് ഉണ്ടാവും. ബാക്കിയുള്ള SSL ഹീറ്റ് കിൽഡ് SSL R സെല്ലിനെ മുഴുവൻ എസ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, സോ ആറും എസും കിട്ടും. നിങ്ങൾ ഇത് മാത്രം ഈ ഒരു സംഭവം നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്ത് നോക്കണ്ട. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. എന്താണ്? നമുക്ക് ലിവിങ് എസ് ബാക്ടീരിയനെ അതിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടി. ഓക്കെ, അദ്ദേഹത്തിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചു. സംതിങ് ഫ്രം ദ എസ് സ്ട്രെയിൻ, heat killed S strain is transforming the R bacteria, R strain into virulent form. അത്രമാത്രം. ആൻഡ് ഇനി എന്ത് വേണം? നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താന്നുള്ളത് കണ്ടുപിടിക്കണം, റിവീൽ ചെയ്യണം. വേണം. ഗ്രിഫിത്ത് അത് റിവീൽ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? എന്താണ് ആ സാധനം? നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? എന്തോ ഒരു സാധനം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതിനൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇമേജ് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് ഓസ്വാൾഡ് ഏവറി, കോളിൻ മാക്ലോഡ് ആൻഡ് മാക്ലിൻ മെക്കാർട്ടി എക്സ്പെരിമെന്റ്. ഓക്കെ, നിങ്ങൾ മുഴുവൻ പേര് പഠിക്കണമെന്നില്ല. ഏവറി, മാക്ലോഡ്, മെക്കാർട്ടി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇവർ 3 പേരും കൂടി ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ബട്ട് യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അവരെന്താ ചെയ്തത്? എന്താണ് ഈ ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ ബയോകെമിക്കൽ നേച്ചർ? whether it is a protein, whether it is a carbohydrate, whether it is a DNA or RNA, something else. Okay, so ഇത് എന്താന്നുള്ളത് അവർക്ക് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. ബയോകെമിക്കൽ ക്യാരക്ടർ എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. സോ അവരെന്ത് ചെയ്തു എന്നറിയോ? ഇവർ 3 പേരും കൂടി 3 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 3 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഇതിൽ ആ ഒരു സ്മൂത്ത് സ്ട്രെയിൻ ഇല്ലേ, ഹീറ്റ് കിൽഡ് എസ് ബാക്ടീരിയ, അതിന്റെ കണ്ടൻസ് എടുത്തു.
എസ് ബാക്ടീരിയന്റെ ഹീറ്റ് കിൽഡ് എസ് ബാക്ടീരിയന്റെ കണ്ടൻസ് എടുത്തു. എന്തൊക്കെ ഉണ്ടാവും പോസിബിൾ കണ്ടൻസ്? DNA, RNA, പ്രോട്ടീൻ. ഇതല്ലേ നമുക്ക് മൂന്നായിട്ട് ഡൗട്ട് ആയിട്ടുള്ളത്. സോ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഈ DNA, RNA, പ്രോട്ടീൻ, ഈ മൂന്നെണ്ണം കൂടി പ്യൂരിഫൈഡ് ഫോം ആണ്. ഈ മൂന്നെണ്ണം കൂടി 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് എടുത്തു. ഇതിൽ DNA, RNA, പ്രോട്ടീൻ, DNA, RNA, പ്രോട്ടീൻ, DNA, RNA, പ്രോട്ടീൻ. അതിലേക്ക് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ പ്രോട്ടിയേസ് എൻസൈം ആഡ് ചെയ്തു. പ്രോട്ടിയേസസ് അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. നമ്മൾ ഈ എയ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക എൻസൈംസിനെയാണ് ഏസസ്. ഓക്കെ, ഹെലിക്കേസസ്, ലിഗേസസ്, അങ്ങനെ. ഓക്കെ, എൻഡോന്യൂക്ലിയേസസ്, ന്യൂക്ലിയേസസ്, അതായത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് പ്രോട്ടിയേസസ്. RNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് RNases. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് അവർ RNases ആഡ് ചെയ്തു. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇനി ആരും കൂടി അല്ലോ DNA ഡൈജസ്റ്റിംഗ് എൻസൈം ആയിട്ടുള്ള DNases ആഡ് ചെയ്തു. പ്രോട്ടിയേസസ്, RNases, DNases. ഓക്കെ, പ്രോട്ടിയേസസ് പ്രോട്ടീനെ ഒക്കെ അങ്ങോട്ട് മുറിച്ച് ഇല്ലാണ്ടാക്കും. ഓക്കെ, RNases RNA മുഴുവൻ അങ്ങോട്ട് മുറിച്ച് ഇല്ലാണ്ടാക്കും. DNases DNA മുഴുവൻ മുറിച്ച് ഇല്ലാണ്ടാക്കും, അല്ലേ? ആണ്. സോ ഇവരെ ഈ ഒരു സാധനമല്ലേ ഈ ഇല്ലാണ്ടാക്കിയ സംഭവം, അതിനെ പിന്നെ മൈസിന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ഇവര് DNA, RNA, പ്രോട്ടീൻ ഉണ്ട്, DNA, RNA, പ്രോട്ടീൻ ഉണ്ട്. ഈ ഓരോ ടെസ്റ്റ് ട്യൂബിന്റെ കണ്ടന്റും പിന്നീട് മൈസിലേക്ക് കുത്തിവെച്ചു. എന്ത് കണ്ടന്റ് ഉള്ള മൈസ് മാത്രമായിരിക്കും ചത്തുപോവുക? DNA ഉള്ളത്, അല്ലേ? നമുക്കറിയാം, ഇപ്പം അറിയാം നമുക്ക് എന്താ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന്. പക്ഷെ അന്ന് അറിഞ്ഞുകൂടാ. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, അപ്പം ഇത് ഇട്ടിട്ട് പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റ് ഇതെടുത്തിട്ട് മൈസിലേക്ക് കുത്തിവെച്ചാൽ മൈസ് ജീവിക്കോ മരിക്കോ? ഇതിൽ പ്രോട്ടീൻ മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ. പ്രോട്ടീൻ, DNA, RNA, ഇങ്ങനെ ചെയ്തട്ടോ. പ്രോട്ടീൻ, DNA, RNA, പ്രോട്ടീൻ, DNA, RNA, പ്രോട്ടീൻ, DNA, RNA. അതില് ശ്രദ്ധിച്ചു നോക്കിക്കേ, പ്രോട്ടീൻ ഇല്ല. അതിൽ പ്രോട്ടിയേസസ് ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ ഒക്കെ നശിച്ചു പോയി. ഇനി ഈ സാധനത്തിനെ മൈസിലേക്ക് ഇട്ട് കൊടുത്താൽ മൈസ് ജീവിക്കോ മരിക്കോ? ചത്തുപോവില്ലേ? കാരണം എന്താ? DNA ഉണ്ട്, ട്രാൻസ്ഫോം പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. സോ മൈസ് ഡൈ ആവും. ഇനി ഇതിലാണെങ്കിലോ RNA ഡൈജസ്റ്റിംഗ് എൻസൈമാ, RNA ഇല്ല. ഇതാകുമ്പോഴോ മൈസ് ജീവിക്കോ മരിക്കോ? ചത്തുപോവില്ലേ? കാരണം എന്താ? DNA ഉണ്ട്. ഇനി DNases ഇട്ടതാണെങ്കിൽ DNA ഇല്ല. ഈ കണ്ടന്റ് നമ്മൾ മൈസിലേക്ക് ഇട്ട് കൊടുത്താൽ മൈസ് ജീവിക്കോ മരിക്കോ? ജീവിക്കും, ഇല്ലേ? കാരണം DNA ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചൂടെ ഏത് എൻസൈം ഇട്ട സാധനം ഇടുമ്പോഴാണോ മൈസ് ജീവിക്കുന്നത്? അത് മാത്രമാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, അല്ലേ? DNA ഇല്ല, DNases ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെയൊന്നും എഴുതാനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. They purified biochemicals, proteins, DNA and RNA etc. So RNA കാർബോഹൈഡ്രേറ്റും ഉണ്ട്. അന്നത്തെ കാലത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. From the heat killed strains to see which one could transform the R cells into S cells. Protein digesting enzymes, proteases and RNA digesting enzymes, RNases did not affect ട്രാൻസ്ഫോർമേഷൻ അവര് ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ? ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, ഇവിടെയാണ് ഉണ്ടാവാതെ വന്നത്. So the transforming substance was not protein or RNA. It is neither RNA nor protein. Okay, it is the one and only DNA. The digestion with പോയല്ലോ. The digestion with DNA did not inhibit transformation. Okay. So DNA alone from the S bacteria caused R bacteria to become transformed. Okay. R bacteria ne transform ചെയ്തത് ആരാണ്? Heat killed cell നിന്നും DNA ആണ്. So I hope you understand, and they concluded that DNA is the hereditary material. DNA ആണ് hereditary material എന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് അല്ലേ. പക്ഷേ എന്നിട്ട് പോലും അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി അത് അങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. അതൊരു ഭയങ്കര ഒരു വാല്യുബിൾ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നെങ്കിൽ കൂടി ചിലർക്ക് എന്നാലും
ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങാനും ഇനി ആ ഇടുന്ന എമൗണ്ട് കുറഞ്ഞു പോയാലോ, എന്നിട്ടാണെങ്കിലോ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ഭയങ്കര ബിലീവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. അതോടെ നമ്മളെ DNA തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. ആ എക്സ്പെരിമെന്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA. ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് തെളിയിച്ച പ്രൂഫ് വിത്ത് വാല്യുബിൾ എവിഡൻസ്, ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ്? ഹെർഷെ ആൻഡ് ചേസ്, ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്. ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്, ഇവർ രണ്ടുപേരുടെയും എക്സ്പെരിമെന്റ്. നിങ്ങൾ എക്സ്പെരിമെന്റ് ഏതാണെന്നും അതിൻ്റെ മെത്തേഡ് എന്തായിരുന്നു എന്നും അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആൾക്കാർ ആരാണെന്നും എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള സയന്റിസ്റ്റ് ആരാണെന്നും ഓർത്ത് വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രിഫിത്തിനെ മറന്നു പോയിട്ടില്ലല്ലോ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ മറന്നു പോയിട്ടില്ലല്ലോ, പിന്നെ കോളിൻ മാക്ലോഡ്, മാക്ലിൻ മക്കാട്ടി, ഓസ്റ്റുവാൾട്ട് എവറി മറന്നു പോയിട്ടില്ലല്ലോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും അവരുടെ പേരിന്റെ വാലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണേ. പിന്നെ നമ്മളെ ഹെർഷയും ചേസും. ഓക്കെ, ദി അൺഇക്യുവോക്കൽ പ്രൂഫ്. അൺഇക്യുവോക്കൽ ആൻഡ് വാട്ട് എ വേർഡ് അല്ലേ, ഇതൊരു നല്ല വേർഡാണ്. ഒന്നുമില്ല, എന്താ ഭയങ്കര ക്ലിയർ എന്നുള്ള അർത്ഥമാണത്. അൺഇക്യുവോക്കൽ, വിത്തൗട്ട് എനി ഡൗട്ട്, നോ ഡൗട്ട്സ്. അങ്ങനെയുള്ള ഒരു പ്രൂഫ് ആയിരുന്നു ഇവരുടെ എക്സ്പെരിമെന്റ്. DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന എന്ന് റിസൾട്ട് വരുന്ന ഒരു പ്രൂഫ്. സോ കെയിം ഫ്രം ദ എക്സ്പെരിമെന്റ് ഓഫ് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് ഇൻ 1952. ദേ വർക്ക്ഡ് വിത്ത് വൈറസസ്. മറ്റൊരു ബാക്ടീരിയ ആയിരുന്നു, ഇവിടെ ബാക്ടീരിയ അല്ല, ഇവിടെ വൈറസ് ആണ്. ദേ വർക്ക്ഡ് വിത്ത് വൈറസസ് ദാറ്റ് ഈറ്റ് ബാക്ടീരിയ ഓർ ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ കോൾഡ് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജസ് ഈ ഒരു ടേമിന്റെ മീനിങ് എന്ന് പറയുന്നത് ബാക്ടീരിയ ഈറ്റേഴ്സ് എന്നാണ്. ബാക്ടീരിയനെ കഴിക്കുന്ന ആൾക്കാർ, അതായത് ബാക്ടീരിയനേക്കാളും സൈസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വൈറസ്, ആൻഡ് വി നോ ദാറ്റ്. ഈ ബാക്ടീരിയനെ തന്നെ ഇൻഫെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്ടീരിയോഫേജസ്. ഓക്കെ, ബാക്ടീരിയോഫേജസ്, ജസ്റ്റ് ഫേജ് എന്ന് പറഞ്ഞാലും ബാക്ടീരിയോഫേജിന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ വൈറൽ പാർട്ടിക്കിളിനെ ഡെപിക്ട് ചെയ്യുന്ന ഒരു ടേം ആണ്. സോ ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജ് ഈ ഒരു ചിത്രം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുന്നേ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്. അല്ലേ വൈറസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയും കാണിക്കാം, പക്ഷെ നമ്മളെ കൊറോണ വൈറസ് ഉണ്ട്, നമ്മൾ ഉരുണ്ടിട്ട് പുറത്തേക്ക് കുറേ കൊമ്പൊക്കെ ആയിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ബാക്ടീരിയോഫേജസ് വരയ്ക്കുക. ഓക്കെ, അവർക്കൊരു ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്, അതിനുള്ളിൽ ഇതാണെങ്കിൽ ഒരു പ്രോട്ടീൻ കോട്ടാണ്, ഹെഡ് പ്രോട്ടീൻ കോട്ടാണ്, ഇതിനുള്ളിലാണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. ഇതൊക്കെ നമുക്കറിയാടാ. പക്ഷേ എന്നാലും അന്നത്തെ കാലത്ത് അറിയോ ഇത് പ്രോട്ടീൻ കോട്ടാണ്, ഇതിനുള്ളിൽ DNA ആണ് എന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഓക്കെ, അപ്പൊ അവര് എന്തിലാ ചെയ്തത്? വൈറസസിലാണ്. ഏത് വൈറസ് ആണ്? ബാക്ടീരിയോഫേജസ് ആണ്, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. ഓക്കെ, ദ ബാക്ടീരിയോഫേജസ് അറ്റാച്ചസ് ടു ദ ബാക്ടീരിയ. യൂഷ്വലി ഇവരെങ്ങനെയാ ഇൻഫെക്ട് ചെയ്യാന്നറിയോ? ബാക്ടീരിയന്റെ പുറത്ത് ഈ ബാക്ടീരിയോഫേജസ് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും സംതിങ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം, അതാണ് ഈ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഇവർ മുഴുവനായിട്ട് കയറില്ല, ബാക്ടീരിയോഫേജസ് മുഴുവനായിട്ട് ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറില്ല. നോട്ട് ദാറ്റ്. ഓക്കെ, ഇവർക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കാം, കാരണം ജനറ്റിക് മെറ്റീരിയൽ കയറിയാലല്ലേ പുതിയ വൈറസിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയൻ്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യും, എന്നിട്ട് ബാക്ടീരിയന്റെ ബോഡിയിൽ എത്തിയിട്ടുള്ള ഈ ജനറ്റിക് മെറ്റീരിയൽ പുതിയ പുതിയ വൈറസ് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കും. അവസാനം ബാക്ടീരിയന്റെ സെല്ലിനെ കൊന്നു കളഞ്ഞിട്ട് ഇവര് 100, 1000 കോടിക്കണക്കിന് വൈറസുകളായിട്ട് പെരുകും. ഇങ്ങനെയാണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് വൈറസ് റിക്വയർസ് എ ഹോസ്റ്റ് ഓർഗാനിസം ഫോർ റിപ്ലിക്കേഷൻ അല്ലേ. അവരുടെ പ്രോജനീസിനെ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറെ വൈറസ് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഹോസ്റ്റ് ഓർഗാനിസത്തിന് വേണം. ഇവിടെയുള്ള നമ്മളെ ബാക്ടീരിയോഫേജസിന്റെ ഹോസ്റ്റ് ആരാണ്? നമ്മുടെ ബാക്ടീരിയ ആണ്. ഇനി ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്ടീരിയ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇറ്റ്സ് വൈറസ്. ഓക്കെ, ദ വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ. ഓക്കെ, ദ ബാക്ടീരിയോഫേജസ് അറ്റാച്ചസ് ടു ദ ബാക്ടീരിയ ആൻഡ് its genetic material that enters the bacterial cell. Okay,
ബാക്ടീരിയൽ സെല്ലിലേക്ക് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എൻ്റർ ചെയ്യുന്നു. The bacterial cell treats the viral genetic material as if it was its own and subsequently manufactures more virus particles. ഇതാണ് നടക്കുന്നത്. ഈ ബാക്ടീരിയ സെല്ലിനുള്ളിൽ എത്തിയിട്ടുള്ള വൈറസിന്റെ പാർട്ടിക്കിൾ ഇല്ലേ, അതിനെ ബാക്ടീരിയ വിചാരിക്കും അതിന്റെ സ്വന്തം പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അതിന്റെ കോപ്പീസ് ഒക്കെ ഉണ്ടാക്കി ഒരുപാട് വൈറസിനെ ഉണ്ടാക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, വൈറസിന്റെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ചെന്നിട്ട് ഈ ബാക്ടീരിയനെ കംപ്ലീറ്റ് മെഷീനറി ഇവരുടെ കൺട്രോളിലാക്കും, എന്നിട്ട് ഇവർ സ്വന്തമായിട്ട് കുറേ മൾട്ടിപ്ലൈ ചെയ്യും. സോ എങ്ങനെയാ നടക്കാന്നറിയോ? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്താണ്. നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ഇങ്ങനെയല്ല, റൗണ്ട് അല്ല, ഇതൊരു ഹെഡ് ആണെന്ന് വിചാരിക്കുക, അവിടെ ഒരു ടെയിലുണ്ട്, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ബാക്ടീരിയനുള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഇതാണ് നമ്മുടെ ബാക്ടീരിയന്റെ സർഫസ് എങ്കിൽ ഇതിങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യും ടെയിൽ വഴി, എന്നിട്ട് ഇതിനുള്ളിലൂടെ ഇതിങ്ങനെ ഉള്ളോട്ടേക്ക് ഇൻജെക്ട് ചെയ്യും. എന്നിട്ട് എന്നാ നമുക്ക് കാണാൻ പറ്റുക, ആ ബാക്ടീരിയന്റെ ഉള്ളിൽ ഇപ്പം വൈറസ് പാർട്ടിക്കിൾ എത്തി. വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇതായിരുന്നു, അത് ഇതിനുള്ളിൽ എത്തി. ആൻഡ് വാട്ട് വി ക്യാൻ സീ ഓൺ ദി ഔട്ട്സൈഡ് ഈസ് ബാക്ടീരിയ, ഈ വൈറസിന്റെ കോട്ട് ഉണ്ടാവും അവിടെ. കോട്ട് അവിടെ നിൽക്കും, കാരണം ഈ കോട്ട് ഒന്നായിട്ട് ഉള്ളോട്ട് കയറില്ല. എന്താ ഉള്ളോട്ട് കയറുക? ഓൺലി ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ. ഇനി നമുക്ക് എന്താ അറിയണം? ആ ജനറ്റിക് മെറ്റീരിയൽ DNA ആണോ RNA ആണോ എന്നറിഞ്ഞാൽ മതി. ഓക്കെ, പ്രോട്ടീൻ അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്, ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, സോ ദേ ഗ്രൂ, എന്ത് സംഭവിച്ചെന്നറിയോ? ദേ ഗ്രൂ സം വൈറസ് പാർട്ടിക്കിൾസ്, ബാക്ടീരിയ ഫീച്ചേഴ്സ് ഓൺ എ മീഡിയം ദറ്റ് കണ്ടെയ്ൻഡ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്. what do you mean by റേഡിയോ ആക്ടിവിറ്റി? എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി? നിങ്ങൾക്കറിയോ? റേഡിയേഷൻ എന്താണെന്നറിയാലോ? ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ചില മോളിക്യൂൾസ് ഉണ്ട്, ചില എലമെന്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയും. ഫോസ്ഫറസിനൊക്കെ ചില ഐസോട്ടോപ്പുകൾ ഉണ്ടല്ലോ, ചില ഐസോട്ടോപ്പുകൾ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ നമുക്ക് പല ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടും ക്യാപ്ചർ ചെയ്യാം, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ, എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, അങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്, ഇത് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിച്ചത്. ഫോസ്ഫറസ്, ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്, അതിൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്നറിയോ? P32 ആണ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആൻഡ് സം അതേഴ്സ് ഇൻ എ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് സൾഫർ. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും റേഡിയോ ആക്റ്റീവ് സൾഫറും. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ടായിരുന്നു, റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടായിരുന്നു. കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലും കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള മീഡിയത്തിലും വളർത്തി. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സൾഫറിനെ നമ്മൾ S35 എന്നാണ് പറയാം. ഓക്കെ, നമുക്ക് എവിടെ വരയ്ക്കാം? ഇവിടെ വരയ്ക്കാം. കുറച്ച് ബാക്ടീരിയോഫേജസിനെ എവിടെ വളർത്തി? ഈ മീഡിയത്തിൽ എന്തുണ്ട്? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് P32 ഉണ്ട്. കുറച്ചെണ്ണത്തിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള S35. ഈ 35ഉം 32ഉം നിങ്ങൾക്ക് മാറിപ്പോരുത്. SMB മാറില്ലല്ലോ, ഫോസ്ഫറസും സൾഫറും ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഹെർഷേ, മാർത്ത ചേസും ആൽഫ്രഡ് ഹെർഷയും നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റിൽ ഫോസ്ഫറസ് സൾഫറും ആണ് യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾ മറന്നു പോവില്ലല്ലോ. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പോകുന്നത് എന്തായിരിക്കും? 32 ആണോ 35 ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതിനുള്ള എളുപ്പമാണ് എസ് എന്ന് നമ്മൾ ഇങ്ങനെയല്ല എഴുതുക. ആ 5 എന്നുള്ളത് എസ് പോലെയല്ല എഴുതുക. അപ്പൊ S35 എന്നുള്ളത് എസിന് കിടക്കട്ടെ. P32, ഇത് 35 ആണെങ്കിൽ ഇത് 32 അല്ലേ? ഇനി അല്ലെങ്കിൽ നമ്മൾ 2ന്റെ ഈ ഒരു ബൾജിങ്, Pന്റെ ഒരു ബൾജിങ് പോലെ അങ്ങോട്ട് ആലോചിച്ചോ. എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. സോ അതാണ് നമുക്ക് S35ഉം P32ഉം മാറിപ്പോവരുത് കേട്ടോ. ഇനി viruses grown in the presence of radioactive phosphorus will contain radioactive DNA. അതായത് ബാക്ടീരിയോഫേജസിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ ഇട്ടല്ലോ, P32 ഇട്ടല്ലോ. ആ മീഡിയത്തിൽ P32 ഉള്ളത് കൊണ്ട്
ഈ വൈറസ് പാർട്ടിക്കിൾസ് ഇല്ലേ, അവരെന്തെടുക്കും? ഈ P32 ഇല്ലേ, ഫോസ്ഫറസ് 32, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിനെ അവരുടെ ഉള്ളിലോട്ടേക്ക് എടുക്കുമല്ലോ. അതെടുത്തിട്ട് ഇവരുടെ ഈ ജനറ്റിക് മെറ്റീരിയലൊക്കെ ഈ ഫോസ്ഫറസ് ഉള്ളോട്ടേക്ക് കയറും. കാരണം നമ്മളെ മീഡിയത്തിൽ എന്താണോ ഉള്ളത് അതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ അന്തരീക്ഷത്തിൽ എന്താണോ ഉള്ളത് അതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്വസിക്കുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളോട്ടേക്ക് കയറും. കൂടുതലായിട്ടും ഇതാണ് ഉള്ളതെങ്കിൽ ഞാൻ ചിലപ്പോൾ തട്ടിപ്പോവും അല്ലേ. അതുപോലെ ഈ ഫോസ്ഫറസ് ആണ് ഇവരുടെ മീഡിയത്തിലുള്ളത്. അപ്പൊ അവരുടെ ബോഡിയിലേക്ക് കയറി എന്താ, ഫോസ്ഫറസ് P32 ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചേ, കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് DNA. റേഡിയോ ആക്റ്റീവ് DNA ആണ് അവർക്ക് കാണാൻ പറ്റിയത്. ആൻഡ് ഡിഡ് നോട്ട് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ. റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ അല്ല ഉണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? P32 ഇട്ട മീഡിയത്തിൽ വളർത്തിയിട്ടുള്ള ബാക്ടീരിയോഫേജസിന് റേഡിയോ ആക്റ്റീവ് DNA ഉണ്ടായി, എന്നാൽ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും DNA ഫോസ്ഫറസ് ഉണ്ട് നമുക്കറിയാം, പക്ഷെ പ്രോട്ടീൻ ഇല്ലടാ. പ്രോട്ടീന്റെ മോണോമർ ഏതാ? പ്രോട്ടീൻ ഇസ് എ പോളിമർ മേഡ് അപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്സ് അമിനോ ആസിഡ്സ് വെച്ചിട്ടല്ലേ പ്രോട്ടീൻ ഉണ്ടാക്കിയത്. ഒരു അമിനോ ആസിഡിലും ഫോസ്ഫറസ് ഇല്ല, പക്ഷേ DNA ഫോസ്ഫറസ് ഉണ്ട്. DNA ഫോസ്ഫറസ് നമ്മൾ പഠിച്ചതല്ലേ, ഇല്ലേ? നമ്മൾ പെന്റഗണൊക്കെ വരച്ചത് ആ ഫോസ്ഫറസിലേക്കല്ല അറ്റാച്ച് ചെയ്തത്. ഇവിടെ ബേസ്, ഇവിടെ ന്യൂക്ലിയോടൈഡ്, ഇവിടെ നമ്മുടെ ഷുഗർ, ഇവിടെ നമ്മുടെ ഫോസ്ഫറസ് അല്ലേ. സോ DNA ഫോസ്ഫറസ് ഉണ്ട്, പ്രോട്ടീനിൽ ഫോസ്ഫറസ് ഇല്ല. ഇനി ഇവിടെ നോക്കിക്കേ, വൈറസസ് ഗ്രോൺ ഇൻ റേഡിയോ ആക്റ്റീവ് സൾഫർ കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ബട്ട് നോട്ട് റേഡിയോ ആക്റ്റീവ് DNA. കാരണം എന്താ? റേഡിയോ ആക്റ്റീവ് DNA അല്ല, നമ്മുടെ DNA സൾഫർ ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ല, സൾഫർ ഒന്നും പഠിച്ചില്ല, ഫോസ്ഫറസ് മാത്രമേ പഠിച്ചുള്ളൂ. സോ സൾഫർ ഇല്ല, പക്ഷേ പ്രോട്ടീൻ ഉണ്ട്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻസ് ഉണ്ട്. അമിനോ ആസിഡ്സ് നമ്മുടെ സിസ്റ്റീൻ, മെത്തിയോണൈൻ, ഇതൊക്കെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അതുള്ള പ്രോട്ടീൻസ് സൾഫർ ഉണ്ടാവും. സോ ദോസ് ബാക്ടീരിയോഫേജസ് ദാറ്റ് ഗ്രോൺ ഇൻ ദ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് സൾഫർ contain radioactive protein but not radioactive DNA. Okay, I hope you got. Radioactive phages were allowed to attach to E. coli. Okay, E. coli. E മാത്രമേ നിന്നുപോയി. സോ E. coli ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാൻ അനുവദിച്ചു. എന്തിനെ? ഇവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് അനുവദിച്ചു. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ളതും റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള ബാക്ടീരിയോഫേജസിനെയും ബാക്ടീരിയയിലേക്ക് എടുത്തിട്ടു. അപ്പൊ അവർ ഇൻഫെക്ട് ചെയ്യുമല്ലോ. ദെൻ ആസ് എ ഇൻഫെക്ഷൻ പ്രൊസീഡ്, അവരെന്തായാലും ഇൻഫെക്ട് ചെയ്യുമ്പോൾ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആ ബാക്ടീരിയയിലേക്ക് കയറുകയും ചെയ്യും. നമുക്ക് അറിയേണ്ടത് ഏതാ ജനറ്റിക് മെറ്റീരിയൽ? either it is a protein or a DNA. The viral code were removed from the bacteria. നമുക്കറിയാം, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളോട്ടേക്ക് കയറുള്ളൂ. പുറത്തുള്ള വൈറസിന്റെ ആ കോട്ട് അവിടെ തന്നെ കിടക്കും. അത് നമ്മൾ ബാക്ടീരിയയിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞു. ആ ഒരു കോളനിയില്ലേ, അതിൽ നിന്നും സെൻട്രിഫിക്കേഷൻ ഒക്കെ വഴി അതിനെയൊക്കെ അരിച്ചു കളഞ്ഞു. ബൈ അജിറ്റേറ്റിംഗ് ദം ഇൻ എ ബ്ലെൻഡർ, ഇളക്കുന്ന ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് അതിനെ ഇളക്കിയിട്ട് അത് കളഞ്ഞു. The virus particles were separated from the bacteria by spinning. വൈറസിന്റെ പാർട്ടിക്കിൾസിനെ സ്പിന്നിങ് വഴി, സെൻട്രിഫ്യൂജിലുള്ള സ്പിന്നിങ് വഴി, അതൊന്നും നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട. അത് മാറ്റി, സെൻട്രിഫ്യൂഗേഷൻ വഴി മാറ്റി എന്ന് ആലോചിച്ചാൽ മതി. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ ഇതിങ്ങനെ കറക്കിയിട്ട് അതിൽ നിന്നും നമുക്ക് പാർട്ടിക്കിൾസിന് സെഡിമെന്റ് ഒക്കെ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ബാക്ടീരിയ വിച്ച് വാസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ദാറ്റ് ഹാഡ് റേഡിയോആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയാസ് റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. അതായത് റേഡിയോ ആക്റ്റീവ് DNA ഉണ്ടായിരുന്ന ബാക്ടീരിയോഫേജസ് ഇല്ലേ, അത് വെച്ചിട്ട് ഇൻഫെക്ട് ചെയ്ത ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആയിട്ട് കണ്ടെത്തി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിൽ ഇട്ടതാ? നമ്മളെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലിട്ട ബാക്ടീരിയോഫേജസ് അല്ലേ. P32 ബാക്ടീരിയോഫേജസിനല്ലേ റേഡിയോ ആക്റ്റീവ് DNA ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് DNA മാത്രമേ ഫോസ്ഫറസ് ഉള്ളൂ, DNA സൾഫർ ഇല്ല. ഓക്കെ, സോ ആ ബാക്ടീരിയാസ് മുഴുവൻ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിച്ചു എന്താണ്? DNA ആണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്, ബാക്ടീരിയന്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് DNA വാസ് ദ മെറ്റീരിയൽ ദാറ്റ് പാസ്ഡ് ഫ്രം ദ വൈറസ് ടു ദി ബാക്ടീരിയ. ആൻഡ് ഇതും കൂടി നമുക്ക് തെളിയിക്കണം. DNA ആണ് എന്ന് പറഞ്ഞാലും പ്രോട്ടീൻ അല്ല എന്ന് പറയണ്ടേ?
Okay, the bacteria were infected with the viruses that had radioactive sulfur അല്ലെങ്കിൽ radioactive protein. Radioactive protein were not radioactive. അവർ radioactive ആയിരുന്നില്ല. Okay, this indicates that the protein did not enter the bacteria from the virus. Okay, കിട്ടിയില്ലേ? സിംപ്ലി എന്ത് പറയാം, ദാ ബാക്ടീരിയോഫേജ്, ഇതൊരു ബാക്ടീരിയോഫേജ്. ഈ റെഡ് നമുക്ക് വേണമെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ് ആഡ് ചെയ്തത്, S35, ആൻഡ് ഇവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് P32. ഇത് ഇട്ട് വളർത്തിയിട്ടുള്ള ബാക്ടീരിയോഫേജ് ഇതും, ഇതിട്ട് വളർത്തിയിട്ടുള്ള ബാക്ടീരിയോഫേജ് ഇതും. ആൻഡ് വി നോ ദാറ്റ് വൈറസിന്റെ കോട്ട് എന്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ്? വൈറസ് ഇസ് ഹാവിങ് എ പ്രോട്ടീൻ കോട്ട് അല്ലെ? പ്രോട്ടീൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കോട്ടാണ് വൈറസിന്. അപ്പൊ ബാക്ടീരിയോഫേജിന്റെ ഈ പ്രോട്ടീൻ കോട്ടില് റേഡിയോ ആക്റ്റീവ് സൾഫർ കയറൂലേ? ബിക്കോസ് സൾഫർ ഇസ് ഓൺലി പ്രസന്റ് ഇൻ പ്രോട്ടീൻ ആൻഡ് നോട്ട് ഇൻ DNA അല്ലെ? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇസ് ഓൺലി പ്രസന്റ് ഇൻ DNA ആൻഡ് നോട്ട് ഇൻ പ്രോട്ടീൻ. സോ DNA-ക്ക് ഉള്ളിലാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത്. ഇത് നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ ചിത്രത്തിൽ വരച്ചു, അന്ന് അവർക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ബാക്ടീരിയനെ കൊണ്ട് ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് വി നോ ദാറ്റ് the genetic material is only able to enter inside the bacteria. ബാക്ടീരിയയ്ക്ക് ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഓക്കെ, ദാ ഇവിടുന്ന് നമ്മളെ ഈ ഒരു ബാക്ടീരിയന്റെ DNA ഉള്ളോട്ടേക്ക് കയറി. ഓക്കെ, ഇവിടെ ഈ ചുവപ്പ് കളർ കാണിച്ചോ? നമ്മള് എന്താണ് ചുവപ്പ് കളർ? റേഡിയോ ആക്ടിവിറ്റിനെയാണ് നമ്മൾ കാണിക്കാന്നാണ് നമ്മൾ ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്തത് അല്ലേ? അപ്പൊ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നില്ല. ബിക്കോസ് വി നോ ദാറ്റ് ഈ ഒരു DNA-യിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ല. ഈ ഒരു DNA-യിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. പകരം റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളാരാ ഇവിടെ? ഈ ഒരു പ്രോട്ടീൻ കോട്ടല്ലേ? നമ്മളാണെങ്കിലോ സെൻട്രിഫിക്കേഷൻ വഴി ആ പ്രോട്ടീൻ കോട്ട് മുഴുവൻ എടുത്ത് കളയുകയും ചെയ്തു. അപ്പം ലാസ്റ്റ് ഈ ബാക്ടീരിയനെ നമ്മൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പം ആരാ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുക? ഇയാൾ കാണിക്കുമോ? ഇയാൾ കാണിക്കില്ല, ഇയാൾ മാത്രമേ കാണിക്കുള്ളൂ. ബിക്കോസ് വി നോ ദാറ്റ് ഈ DNA റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൽ നമ്മൾ P32 ലാബിൽ ചെയ്തിട്ടുള്ള DNA ഉണ്ട്. ഓക്കെ, ദ ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫിക്കേഷൻ, ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ അത്രയേ ഉള്ളൂ. ആ ഒരു എക്സ്പെരിമെന്റോട് കൂടി നമ്മളെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എല്ലാവരും ഉറപ്പിച്ചു. അത് വളരെ നല്ലൊരു പ്രൂഫായിരുന്നു. കാരണം എന്താ, അവിടെ റേഡിയോ ആക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സംഭവം ഇല്ല എന്നുള്ള ഉറപ്പിച്ചുള്ളൊരു വാദമാണ്. മുന്നേ നമ്മൾ ആ എൻസൈം വെച്ചിട്ട് പറയുമ്പം നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല ഈ എൻസൈം കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ ഒരു കഷ്ണം DNA കിടപ്പുണ്ടായിരുന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഹെർഷിയുടെയും മാർത്ത ചേസിന്റെയും. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഈ DNA-നെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ RNA-ക്ക് എന്താടാ പ്രശ്നം? RNA-ക്ക് എന്താ കുഴപ്പം? പാവം ഉണ്ടല്ലേ, ഒരൊറ്റ സ്ട്രാൻഡിന്റെ വ്യത്യാസമുള്ളൂ. അത് മാത്രമല്ല വേറെയും വ്യത്യാസമുണ്ട്. റൈബോസ് ഷുഗറിന് ഒരാൾക്ക് OH ഉണ്ട്, DNA-ക്ക് ആണെങ്കിൽ OH ഇല്ല അല്ലേ? ഡീഓക്സി ആണ് DNA. എന്നിട്ട് പോലും ഒരു ഓന്റെ കുറവ്, ഒരു ഓക്സിജന്റെ കുറവ് ഉണ്ടായിട്ട് പോലും നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ DNA-നെ പറയുന്നു. എന്തായിരിക്കും ഇത്രയും പൊക്കാൻ മാത്രം DNA-ക്ക് ഉള്ളത്? എന്താണ് RNA-ക്ക് കുറഞ്ഞു പോയത്? സോ DNA വേഴ്സസ് RNA, ഇതായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RNA-ക്കുള്ള കുറവുകളും DNA-ക്കുള്ള നല്ല കാര്യങ്ങളും. ജനറ്റിക് മെറ്റീരിയലിനെ പൊക്കി പറയുമ്പോൾ നമുക്ക് ഒരാളെ പൊക്കണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളെ നന്നാക്കി പറയണമെങ്കിൽ ഒരാളെ നന്നാക്കുക മാത്രമല്ല മറ്റാളെ കുറ്റം പറഞ്ഞാൽ പോലും ഇയാൾ കുറച്ചും കൂടി പൊങ്ങി പോകില്ലേ, ഇല്ലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് DNA-നെ പൊക്കി പറയുന്നതോറും RNA-നെ കുറച്ച് താത്തി പറയണം. RNA-ക്കുള്ള കുറവുകൾ, പക്ഷെ എന്നാലും RNA-ക്ക് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ DNA വേഴ്സസ് RNA. സിംപ്ലി നമുക്ക് എന്തൊക്കെ പറയാം? DNA-ക്കും RNA-ക്കും ഉള്ള വ്യത്യാസം എന്തൊക്കെയാണ്? DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് RNA ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ്. DNA ഈസ് ഡിയോക്സിറൈബോസ് ന്യൂക്ലിക് ആസിഡ്, RNA ഈസ് റൈബോന്യൂക്ലിക് ആസിഡ് അല്ലേ? ആൻഡ് DNA is containing thymine instead of uracil and RNA containing uracil instead of thymine. അത്രയേ ഉള്ളൂ. ഓക്കെ,
ബേസിക് ആണ് പറഞ്ഞത്, ഇനിയും കുറേ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇൻ സം വൈറസസ് RNA is the genetic material. എല്ലാവർക്കും DNA മാത്രമൊന്നുമല്ല ജനറ്റിക് മെറ്റീരിയൽ. ചില വൈറസിന് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് റിട്രോ വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ഇങ്ങനെയുള്ള ക്യൂബി ബാക്ടീരിയോഫേജ്, ഇങ്ങനെയുള്ള ചില ബാക്ടീരിയാസിനും ചില വൈറസിന് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുണ്ട്. സോ RNA അങ്ങോട്ട് ആക്ഷേപിക്കാൻ പറ്റുമൊന്നുമില്ല. RNAക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. Okay. A molecule that can act as a genetic material must fulfill the following criteria. ഇത് നമുക്കൊന്ന് നോക്കാം. ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് DNA ഉണ്ടോ RNA ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാം. It should be able to generate its replica. Replication എബിലിറ്റി ഉണ്ടാവണം. അതായത് അതിന്റെ തൊട്ട് ഒരു കോപ്പി ഉണ്ടാക്കാൻ കഴിയണം. DNA കോപ്പി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആൻഡ് RNA പറ്റുമല്ലോ. RNA കോപ്പി ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വൈറസ് ഇല്ലേ, വൈറസുകൾ, റിട്ടോ വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ഇവർക്കൊക്കെ RNA ജനറ്റിക് മെറ്റീരിയൽ ആണ്. അവരും കോപ്പി ഉണ്ടാക്കുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA. അല്ലെങ്കിൽ അവർ DNA അതിൽ നിന്നും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതിന്റെ പ്രോട്ടീൻ ജനറേഷൻ ആണ്. റെപ്ലിക്കേഷൻ ചെയ്യാനുള്ള എബിലിറ്റി അതിന് ഉണ്ട്. സോ അതിൽ RNA DNA പറ്റും. പ്രോട്ടീൻ ആണെങ്കിലോ ഇവിടെ തന്നെ തോറ്റു. പ്രോട്ടീൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ തോറ്റു പിന്മാറി. പിന്നെ പ്രോട്ടീൻ ഇതൊന്നും താണ്ടാൻ പറ്റില്ല. ഇത് പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ പ്രോട്ടീൻ ഒന്നും അല്ല. DNA RNA വേണമെങ്കിൽ RNAക്കും ഇത് പറ്റും. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. കെമിക്കലിയും സ്ട്രക്ചറലിയും അവർ സ്റ്റേബിൾ ആയിരിക്കണം. Okay, it should provide the scope for slow changes, mutations that are required for evolution. Evolution ആവശ്യമായിട്ടുള്ള എവല്യൂഷൻ എന്ത് വേണം? എവല്യൂഷന് നിങ്ങൾ എവല്യൂഷന്റെ ചാപ്റ്റർ പഠിച്ചല്ലേ? എവല്യൂഷൻ എന്ത് വേണം? എവല്യൂഷന് ചില വ്യത്യാസങ്ങൾ എല്ലാ സമയത്തും ഒക്കെ ഇക്വിലിബ്രിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എവല്യൂഷൻ നടക്കില്ല. സെയിം സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് വരണം. സോ അതിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മ്യൂട്ടേഷൻസ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. മ്യൂട്ടേഷൻ വരാനുള്ള ഒരു സ്കോപ്പും കൂടി വരണം. ഓക്കെ, DNA മ്യൂട്ടേഷൻ വരുന്നുണ്ട്, പക്ഷെ RNA കൂടുതൽ മ്യൂട്ടേഷൻ വരുന്നുണ്ട്. RNA ആണ് മ്യൂട്ടേഷന് കുറച്ചും കൂടി ചാൻസ് കൂടുതലുള്ളത്. സോ RNA മ്യൂട്ടേഷൻ പറ്റും. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് കാണിക്കാൻ പറ്റണം. ഓക്കെ, അതായത് ഹെറിഡിറ്ററി മെറ്റീരിയൽ, ഇൻഹെറിറ്റൻസിന് അടിസ്ഥാനം ആരാണ്? ഇറ്റ്സ് എ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് RNA നേരത്തെ പറഞ്ഞ ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ RNA ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിനെ ജനറ്റിക് മെറ്റീരിയൽ ആക്കിയില്ല? സിംപ്ലി എവല്യൂഷൻ വഴിയാണ് RNA ജനറ്റിക് മെറ്റീരിയൽ അല്ലാതെയും DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടും വന്നത്. RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അത് പിന്നീട് അതിന്റെ സ്റ്റെബിലിറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ എവല്യൂഷൻ വഴി എന്താ ഫിറ്റസ്റ്റ് വിൽ സർവൈവ് അല്ലേ? അപ്പോൾ ആ ഒരു എവല്യൂഷൻ വഴി വന്നപ്പോൾ RNAക്ക് സ്റ്റെബിലിറ്റി ഒക്കെ കുറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പം എന്തായാലും പഴയ ആൾക്കാർ മാറിക്കൊടുക്കും. അങ്ങനെയാണ് DNA ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ളത്. DNA is more stable than RNA. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. The 2' OH group present in every nucleotide in RNA is a reactive group. എന്താ? റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോസ് ഷുഗറിൽ OH ഗ്രൂപ്പ് ഉണ്ട് 2' കാർബണിൽ. രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് ആണുള്ളത്. അത് ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പാണ്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ റിയാക്ഷനും ചെയ്യാൻ പറ്റുന്ന, റിയാക്ഷന് ടെൻഡൻസി കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഇറ്റ് മേക്സ് RNA ലബൈൽ ആൻഡ് ഈസിലി ഡീഗ്രേഡബിൾ. പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും RNA ഇത് ഉള്ളത് കൊണ്ട്, പെട്ടെന്ന് റിയാക്റ്റീവ് ആയതുകൊണ്ട്. സോ ഈ ഒരു സംഭവം ആർക്കില്ല? നമ്മളെ DNA-ക്ക് ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ സ്റ്റെബിലിറ്റി വന്നിട്ടുള്ളത്. RNA ഈസ് ഓൾസോ നൗ നോൺ ടു ബി കാറ്റലൈറ്റിക്. കാറ്റലിറ്റിക് എന്താ? കാറ്റലിസ്റ്റ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ കേട്ടിട്ടില്ലേ? RNA-ക്ക് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓരോ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന. ഹെൻസ് ഇറ്റ് ഈസ് റിയാക്റ്റീവ്. അതുകൊണ്ട് തന്നെ അത് ഓരോ റിയാക്ഷൻസിന് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് RNA. ഓക്കെ, RNA ചില റിയാക്ഷന് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. DNA കെമിക്കലി ഈസ് ലെസ് റിയാക്റ്റീവ്. DNA കെമിക്കലി ലെസ് റിയാക്റ്റീവ് ആണ് ആൻഡ് സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു RNA. കാരണം OH ഗ്രൂപ്പ് ഇല്ല, പിന്നെ DNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊന്നുമില്ല. പ്രസൻസ് ഓഫ് തൈമിൻ
presence of thymine at the place of uracil is also confers additional stability to DNA. DNA-ന്റെ സ്ട്രക്ചറിൽ തൈമിൻ ആണുള്ളത്, യുറാസിൽ അല്ല. അത് കുറച്ച് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. എന്താന്നുള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഇപ്പൊ പറയുന്നത് ഒരു അധികപ്പറ്റായിരിക്കും. Among the two nucleic acids, the DNA is better genetic മെറ്റീരിയൽ. ഈ RNAയും DNA വെച്ച് നോക്കുമ്പോൾ DNA ആണ് ബെറ്റർ ആയിട്ട് തോന്നുക. ഓക്കെ, അതായത് പെട്ടെന്ന് ഡിഗ്രേഡബിൾ അല്ല, ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സ്ട്രക്ചറലി സ്റ്റേബിൾ ആണ്, ആൻഡ് OH ഗ്രൂപ്പ് ഇല്ല, കാറ്റലിസ്റ്റ് ഒന്നായിട്ട് ആക്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള. പിന്നെ തൈമിൻ ആണുള്ളത്. ബോത്ത് DNA ആൻഡ് RNA ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. രണ്ടുപേര് മ്യൂട്ടേഷന് ചാൻസ് ഉണ്ട്, പക്ഷെ RNA ആണ് കൂടുതൽ. ഇൻഫാക്ട് RNA ഈസ് ബീൻ അൺസ്റ്റേബിൾ മ്യൂട്ടേറ്റ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. മ്യൂട്ടേഷൻ കൂടുതലാണ്. അങ്ങനെയുള്ള കൂടുതൽ പെട്ടെന്ന് മ്യൂട്ടേഷൻസ് സംഭവിക്കുന്ന ഒരു RNAക്ക് ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള പ്രോപ്പർട്ടി, ഒരു എബിലിറ്റി ഉണ്ടാവുമോ? ഇല്ല. കാരണം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും വലിയ ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് ഇൻഹെറിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടേഷൻ വന്ന് അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള ക്വാളിറ്റി ഇല്ല. അവിടെ മ്യൂട്ടേഷൻ വന്ന് നശിച്ചു പോയില്ലേ? ഓക്കെ. Consequently, viruses having RNA genome and having shorter lifespan mutate and evolve faster. അതുകൊണ്ടാണ് RNA ജീനോം ഉള്ള വൈറസുകൾ പെട്ടെന്ന് മ്യൂട്ടേഷൻ നടത്തിയിട്ട് ഇവല്യൂഷൻ പെട്ടെന്ന് നടക്കുന്നത്. നമ്മളിപ്പം കൊറോണ വൈറസ് ഇല്ലേ, കൊറോണ വൈറസിന്റെ പെട്ടെന്ന് വാരിയൻസ് കണ്ടുപിടിച്ചു ഇല്ലേ, ഒമിക്രോണ് ഇല്ലേ, പെട്ടെന്ന് ഓരോ വാരിയന്റ്. ചില വൈറസുകൾക്ക് മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ, ഇവര് പെട്ടെന്ന് വാരിയേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇവരുടെ മ്യൂട്ടേഷൻ സംഭവിച്ച് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ മാറി, ഇവരുടെ പ്രോട്ടീൻ കോട്ട് മാറി, ഇവർക്ക് പെട്ടെന്ന് ഇവല്യൂഷൻ സംഭവിക്കും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ആള് മാറിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആ മരുന്ന് അവിടെ വർക്കാവില്ല. അതാണ് അവിടെയുള്ള ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. സോ RNA അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത ആളാണ്. കാരണം എന്താ, മ്യൂട്ടേഷൻ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട്. ഭയങ്കര മ്യൂട്ടേഷൻ ആണ്, പെട്ടെന്ന് ഇവല്യൂഷൻ നടക്കും. നമുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഇവല്യൂഷൻ നടക്കുന്നില്ലല്ലോ, ബിക്കോസ് വി ആർ ഹാവിങ് DNA. RNA can directly code for the synthesis of proteins. RNAക്ക് ഇനി കുറച്ച് നല്ല കാര്യം പറയാം. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻഫോർമേഷൻ കൊണ്ടുപോകുന്ന ആരാ, നമ്മളെ mRNA അല്ലേ. സോ അതിന് ഏറ്റവും വലിയ റോള് വഹിക്കുന്ന ആരാണ്, RNA ആണ്. ഹെൻസ് ക്യാൻ ഈസിലി എക്സ്പ്രസ് ദ ക്യാരക്ടേഴ്സിനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. DNA however is independent on RNA for synthesis of proteins. DNA RNAയിൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. DNA-ക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. DNA-ക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ RNA വേണം. DNA-യിൽ നിന്നും mRNA ഉണ്ടാക്കിയിട്ടല്ലേ പ്രോട്ടീനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, DNA ഈസ് ഡിപ്പെൻഡന്റ് ഓൺ RNA. ഇവിടെ നമ്മൾ DNA-ന്റെ ഒരു കുറ്റാണ് പറഞ്ഞേക്കുന്നത്. RNA-ക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ RNA തന്നെ വേണം. DNA-ക്ക് RNA-നെ സഹായം ആവശ്യപ്പെടുകയും വേണം, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആവുകയും വേണം. ആൻഡ് ദ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ഹാസ് ഇവോൾവ്ഡ് അറൌണ്ട് RNA. ബോത്ത് RNA ആൻഡ് DNA ക്യാൻ ഫങ്ഷൻ ആസ് ജനറ്റിക് മെറ്റീരിയൽ. RNA-ക്കും DNA-ക്കും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാം. ബട്ട് DNA being more stable is preferred for the storage of genetic information. നമ്മളിപ്പോൾ ഇത്രയും നേരം അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. DNA കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് the fittest will survive. കൂടുതൽ എന്താ പറയുക, ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. ആൻഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ RNA ഈസ് ബെറ്റർ. ജനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ RNA ആണ് ബെറ്റർ വൺ. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ RNA വേൾഡ്, RNA-ന്റെ അങ്ങോട്ട് ലോകം, ഇനി അങ്ങോട്ട് RNA-നെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. RNA-ന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതൊക്കെ പഠിക്കണേ നമുക്ക്. സോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾ ക്ലാസ് മറക്കാതെ കാണുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കമൻസിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബൈ.